എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ നമ്പർ 3യും ബഗ്ഗിയും അവർ രണ്ടുപേരും പുറത്തേക്ക് വരുമ്പോഴായിരിക്കും അവർ അറ്റാക്ക് ചെയ്യാൻ വോൾഫുകൾ അങ്ങനെ റെഡി ആയിട്ട് നിൽക്കുന്നത് കാണാം. ബഗ്ഗി പറയും പേടിക്കേണ്ട ആവശ്യമില്ല, ഇപ്പൊ നമ്മള് ബുദ്ധിപരമായിട്ട് ഓരോ കാര്യങ്ങളും മുൻപോട്ട് നിൽക്കണം. നീ എങ്ങനെയെങ്കിലും മെഴുകു വെച്ച് ഒരു കീ ഉണ്ടാക്കി ആ സെല്ല് ഓപ്പൺ ചെയ്യ്. അതുവരെ എന്റെ ബഗ്ഗി ബോൾ പവർ ഉപയോഗിച്ച് ഇവറ്റകളെ ഞാൻ ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞ് അവനിപ്പോ അവന്റെ പവർ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് അങ്ങനെ കറക്കി ആഞ്ഞൊരാട്ടി. പക്ഷെ വോൾഫുകൾക്കാണെങ്കിൽ ഭയങ്കര ബുദ്ധിയാണ്. അവറ്റകൾ എടുത്തു ചാടി അറ്റാക്കിൽ നിന്ന് രക്ഷപ്പെടും. ഉടനെ നമ്പർ 3 ഇപ്പൊ നിലവിളിച്ച് കരയും, ബഗ്ഗി ഇത് വർക്കൗട്ട് ആവില്ല, എന്റെ വാക്സ് മുഴുവൻ ഈ ഐസില് അങ്ങനെ ഫ്രീസ് ആവുകയാണ്. സോ മറ്റെന്തെങ്കിലും ചെയ്തേ പറ്റൂന്ന് പറയുമ്പോഴേക്കും ആ വോൾഫുകളെല്ലാം ബഗ്ഗി അറ്റാക്ക് ചെയ്യാനായിട്ട് അങ്ങനെ പാഞ്ഞടുക്കും. ബഗ്ഗി കാറ്റ് പോയി എന്ന് കരുതുമ്പോഴായിരിക്കും നമ്മുടെ നമ്പർ 3 അവൻ വലിയൊരു ഷീൽഡുമായിട്ട് വന്ന് ഇപ്പൊ ആ വോൾഫുകളെ അവറ്റകളെ തടയാണ്. അത് കാണുമ്പോഴായിരിക്കും ബഗ്ഗിക്ക് ഇപ്പൊ ഒരു ബുദ്ധി വെളിച്ചം ഉണ്ടാവുക. അവന്റെ വാക്സ് കൊണ്ട് ഒരു ചെറിയ കൂടോ വീടോ ഉണ്ടാക്കിക്കൂടാ. അവൻ നിമിഷ നേരം കൊണ്ട് വാക്സ് വെച്ച് ഒരു റൂം അവിടെ സെറ്റപ്പ് ചെയ്തെടുക്കും. എന്നിട്ട് അവർ രണ്ടുപേര് സേഫ് ആയിട്ട് അതിന്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ആക്ച്വലി അവന്റെ വാക്സിന് അയൺ പവർ ആണ്. സോ അത്ര പെട്ടെന്നൊന്നും അത് തകർക്കാനായിട്ട് കഴിയില്ല. ആ വോൾഫുകളാണെങ്കിൽ അത് കടിച്ചും പന്തിയൊക്കെ തകർക്കാൻ ശ്രമിക്കും. പക്ഷെ അത് ഭയങ്കര സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അതിനൊരു പോറൽ പോലും പറ്റില്ല. ബഗ്ഗി പറയും ഇപ്പൊ നമ്മൾ സേഫ് ആണ്, പക്ഷെ എങ്ങനെയെങ്കിലും ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയേ പറ്റൂ. ആ സ്റ്റെപ്പ് വരെ നമുക്കിത് ചുമന്നുകൊണ്ട് പോവാന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും ചേർന്ന് ഇപ്പൊ അത് ഉയർത്താണ്. പക്ഷെ അതിനാണെങ്കിൽ ഭയങ്കര വെയിറ്റ്, അവർക്ക് ഒരുപാട് നേരം അതും പൊക്കിയെടുത്ത് നടക്കാൻ പറ്റില്ല. ബഗ്ഗി ആണെങ്കിൽ ഉറപ്പിച്ചു പറയും എന്തൊക്കെ സംഭവിച്ചാലും കുഴപ്പമില്ല, നമ്മൾ എങ്ങനെയെങ്കിലും ആ സ്റ്റെപ്പ് വരെ എത്തണം. ഇങ്ങനെ അവർ രണ്ടുപേരും ഉറപ്പിച്ച തീരുമാനമായിട്ട് മുക്കിയും മൂളിയും അതുമായിട്ട് നടക്കും. അങ്ങനെ കുറച്ചു ദൂരം മുൻപോട്ട് പോകുമ്പോൾ അവറ്റകളുടെ ശബ്ദമൊന്നും കേൾക്കാനുണ്ടാവില്ല. അവര് പുറകിലേക്കൊക്കെ തിരിഞ്ഞു നോക്കും, അവറ്റകളുടെ ഒന്നും പോട്ടി പോലും ഇല്ല. അവർക്കാണെങ്കിൽ കുറച്ച് പേടിയുണ്ട്, പക്ഷെ എങ്കിലും ചെറിയൊരു ആശ്വാസം മനസ്സിലേക്ക് വരും. അപ്പൊ അവർ നിൽക്കുന്ന താഴ്ഭാഗത്ത് നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കും. അവർ ചെവി ഓർക്കും. അപ്പോഴായിരിക്കും ഐസ് തുറന്ന് അവറ്റകൾ ആ കൂടിനുള്ളിലേക്ക് കയറി വരുന്നത് അവര് കാണുക. അവര് നോ എന്ന് നിലവിളിച്ച് ആ കൂടും വലിച്ചെറിഞ്ഞ് ഉഷാറായിട്ട് ഓടും. കട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ ഡാൻസറിനെ കാണിക്കും. അവനാണെങ്കിൽ അവന്റെ ഡ്രസ്സൊക്കെ നഷ്ടപ്പെട്ട് ആ വോൾഫുകളുടെ ഒരുപാട് കടിയൊക്കെ ഏറ്റുവാങ്ങി അങ്ങനെ ചോര തുളുമ്പി നിൽക്കുകയാണ്. അവൻ ഇപ്പോഴും ദൂരെയുള്ള ലൂഫിയെ തന്നെയായിരിക്കും നോക്കുക. സെല്ലിലുള്ള ബാക്കി പ്രിസണേഴ്സ് അവരാണെങ്കിൽ ഇപ്പൊ അവനെ കണ്ട് ഷോക്കാവും. അവന്റെ അവസ്ഥ കാണുമ്പോൾ തന്നെ അവർക്കും ഒരുപാട് വിഷമം തോന്നും. പക്ഷെ ഡാൻസറിന്റെ വിഷമം അത് മറ്റൊന്നുമല്ല, ലൂഫിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതാണ് അവൻ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നത്. അവൻ ആക്ച്വലി വേണമെന്ന് കരുതിയിട്ടല്ല ലൂഫിയെ അവന്റെ മുൻപിലേക്ക് വലിച്ചെറിഞ്ഞത്. വേറെ വഴിയില്ലാത്തതുകൊണ്ട് മാത്രമാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. എന്ത് വില കൊടുത്തും എനിക്ക് ലൂഫിയെ തിരികെ പിടിക്കണമെന്ന് പറഞ്ഞ് അവനിപ്പോ ലൂഫിയുടെ അടുത്തേക്ക് നീങ്ങും. എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, പക്ഷെ ഞാൻ ലൂഫിയെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞ് മുൻപോട്ടേക്ക് നടന്നു വരും. കീ ഉപയോഗിച്ച് ആ ലോക്ക് തുറന്ന് ലൂഫിയെ ആ വണ്ടിയിൽ തന്നെ അങ്ങനെ വലിച്ചോണ്ട് പോവാണ്. പ്രിസണേഴ്സ് ആണെങ്കിൽ ഡാൻസർ കളഞ്ഞിട്ട് പോയ ആ കീ കയ്യിലെടുക്കും. അവർക്ക് വേണമെങ്കിൽ ഇപ്പൊ അവിടുന്ന് രക്ഷപ്പെട്ടു പോവാം. ഇവിടെ ഡാൻസർ ആണെങ്കിൽ അവൻ രക്ഷപ്പെടുത്താൻ വന്ന ഇവന് പേരുള്ള അവന്റെ ഫ്രണ്ട് അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എല്ലാ പ്രിസണേഴ്സിനോടും ചോദിച്ചുകൊണ്ടേയിരിക്കും. കാരണം അവനെ കൊണ്ട് മാത്രമേ ഇനി നമ്മുടെ ലൂഫിയെ രക്ഷപ്പെടുത്താൻ കഴിയൂ. അങ്ങനെ അവസാനമായിട്ട് ഏതോ ഒരു പ്രിസണറിന്റെ അടുത്ത് ചോദിക്കുമ്പോഴായിരിക്കും ദൂരത്തായിട്ട് ഒരു ഫോറസ്റ്റ് കാണിച്ചു കൊടുക്കുക. അവനെ ഞാൻ കുറച്ചു നാൾ മുൻപ് കണ്ടിരുന്നു, എനിക്ക് തോന്നുന്നത് അവൻ ആ ഫോറസ്റ്റിൽ ഉണ്ടാവും എന്നാണ്. വേണമെങ്കിൽ അവിടെ ഒന്ന് പോയി അന്വേഷിക്കുക. ആൻസറിനാണെങ്കിൽ ഇപ്പൊ ഒരു ചെറിയ പ്രതീക്ഷ കിട്ടും. അവൻ ലൂഫിയെ വലിച്ച് ആ കാട്ടിലേക്ക് പോവാണ്. അപ്പോഴും ആൻസറിന്റെ മനസ്സിൽ ആ സെക്യൂരിറ്റി പറഞ്ഞ കാര്യമാണ്. ഇടയ്ക്കിടയ്ക്ക് ഇവിടെയുള്ള പ്രിസണേഴ്സിനെ കാണാതെ പോവാണ്. അവരെ ഏതോ ഒരു ശക്തി നരകത്തിലേക്ക് വലിച്ചെടുക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ വലിച്ച് ഇപ്പൊ അവൻ ആ കാട്ടിലേക്ക് ലൂഫിയായിട്ട് എത്തും. അപ്പൊ അതേ സമയത്ത് വോൾഫുകള് അവറ്റകളാണെങ്കിൽ ഇപ്പൊ പതിയെ അവർ റൗണ്ട് ചെയ്യാൻ തുടങ്ങുകയാണ്. ആൻസറിനാണെങ്കിൽ ഇൻ കേസ് ലൂഫിയെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിലോ വിഷമം മാത്രമാണ് അവന്റെ ഉള്ളില്. അടുത്ത നിമിഷം ആ വോൾഫുകള് അവറ്റകൾ അങ്ങനെ ചാടി വന്ന് അവനെ അറിഞ്ഞും പുറഞ്ഞും കടിക്കുകയാണ്. അവനെ മാത്രമല്ല ലൂഫിയെയും അവറ്റകൾ കടിക്കാൻ തുടങ്ങും. അവനാണെങ്കിൽ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇപ്പൊ ലൂഫിയെ പ്രൊട്ടക്ട് ചെയ്യും. പക്ഷെ അപ്പോഴേക്കും അവന്റെ ദേഹത്ത് കടി കിട്ടി ഒരുപാട് പരിക്ക് പറ്റിയിട്ടുണ്ടാവും. അത് കണ്ട് ലൂഫി അവന്റെ ഹോക്കി പവർ അതങ്ങനെ റിലീസ് ചെയ്യാണ്. ആ പവർ പുറത്തേക്ക് വരുമ്പോ തന്നെ ആ വോൾഫുകള് അവറ്റകൾ ബോധം കെട്ട് താഴെ വീഴും. അപ്പൊ ലോങ് ഷോട്ടിൽ നിന്ന് കയ്യിലൊരു വൈൻ ഗ്ലാസ് ഒക്കെ ആയിട്ട് സൂപ്പർ സ്റ്റാർ ലേഡി അവളാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് വരും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്താ ഇപ്പൊ നമ്മുടെ റിയൽ ഹന്നേബാലിനെ കാണിക്കും. ആളാണെങ്കിൽ ഇപ്പൊ ഒരു കയറില് അങ്ങനെ തൂങ്ങി കിടക്കുകയാണ്.
അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കും. ഫ്ലാഷ് ബാക്കില് ആന്യാബാല് അവനിപ്പോ ആ സ്റ്റെയറിനടുത്തുള്ള അവന്റെ സോൾജേഴ്സിനെ തേടി അവിടേക്ക് വരും. അവിടെയാണെങ്കിൽ ഓൾറെഡി നമ്മുടെ ഡാൻസർ ആ സോൾജേഴ്സിനെ മുഴുവൻ തല്ലിക്കൊന്ന് താഴെ ഇട്ടിരിക്കുകയാണ്. അവൻ അവിടെ മുഴുവൻ ഡാൻസറിന് വേണ്ടി അന്വേഷിക്കും. അപ്പോഴായിരിക്കും ഡാൻസർ അവൻ സിമ്പിളായി നാമിയുടെ രൂപത്തിലേക്ക് മാറി അവന്റെ മുൻപിലേക്ക് വരും. അവളെ കാണേണ്ട താമസം ഹാനിയാബാലാണെങ്കിൽ ഇപ്പൊ ഭയങ്കരമായിട്ട് അങ്ങോട്ടേക്ക് ഇംപ്രസ്ഡ് ആവും. വാവ്, യു ലുക്ക് ബ്യൂട്ടിഫുൾ. നീ എങ്ങനെ ഇവിടേക്ക് എത്തി? നിന്നെ പോലെ സുന്ദരികളായ പെൺകുട്ടികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, നിനക്ക് എന്താ വേണ്ടേ? നിനക്ക് എന്ത് വേണമെങ്കിലും ഞാൻ സാധിച്ചു തരും. ഉടനെ ഡാൻസർ അവനിപ്പോ കൊഞ്ചി കൊഴഞ്ഞ് ഹാനിയാബാലിനോട് പറയും, പ്ലീസ് ദയവ് ചെയ്ത് ഈ സെല്ലൊന്ന് തുറന്നു തരൂ. അവൻ ആ സെല്ല് തുറക്കേണ്ട അടുത്ത ഗ്യാപ്പില് ഡാൻസർ ആണെങ്കിൽ അവന്റെ റിയൽ രൂപത്തിലേക്ക് മാറി ആന്യാബാലിനെ ലോക്ക് ചെയ്ത് അവിടെ കെട്ടിത്തൂക്കും. കട്ട് ചെയ്ത നമ്മുടെ വാർഡൻ ആള് ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇപ്പോ ടോയ്ലറ്റിലിരുന്ന് അതിലും ഇരട്ടിയായിട്ട് ക്ലോസറ്റുമായിട്ട് കുസ്തി പിടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. മറ്റൊരു ഭാഗത്ത് പുറത്തേക്ക് രക്ഷപ്പെട്ടു പോയ ആ പ്രിസണേഴ്സിനെ എല്ലാം അവരെല്ലാവരെയും ഓൾമോസ്റ്റ് കണ്ടെത്തി ഇപ്പൊ തിരികെ ജയിലിൽ തന്നെ ലോക്ക് ചെയ്ത് കഴിഞ്ഞു. മറ്റൊരു ഭാഗത്ത് ആ സാഡി പെണ്ണ് അവളാണെങ്കിൽ ഇപ്പൊ ഡാൻസറിന്റെ ഫോട്ടോ അതെല്ലാവർക്കും കാണിച്ചു കൊടുക്കും. ഇവൻ ഇവിടെ തന്നെ എവിടെയുണ്ട്, എത്രയും പെട്ടെന്ന് ഇവനെ കണ്ടുപിടിക്കണമെന്ന് അവളിപ്പോ അവളുടെ ശിങ്കടികളോട് പറയും. കട്ട് ചെയ്ത നമ്മുടെ ഡാൻസർ അവന്റെ ബോഡിയിൽ ആരൊക്കെയോ ഇപ്പോ മരുന്നും പ്ലാസ്റ്ററും ഒക്കെ വെച്ച് കെട്ടി ഒരു സൈഡിൽ കിടത്തിയിരിക്കുകയാണ്. അവൻ പെട്ടെന്ന് കണ്ണു തുറന്ന് ചാടി എഴുന്നേക്കും. അവൻ ടെൻഷനാവും. എനിക്ക് എന്താ പറ്റിയേ? ഞാനിപ്പോ എവിടെയാ? ലൂഫി അവൻ എവിടെയെന്നൊക്കെ ചോദിച്ച് അവൻ ചുറ്റും നോക്കും. അവിടെയാണെങ്കിൽ ഇപ്പൊ ആരുമില്ല. അപ്പൊ തൊട്ടടുത്തുനിന്നായിട്ട് ആരൊക്കെയോ സംസാരിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യുന്ന സൗണ്ട് അവൻ കേൾക്കും. അവൻ നൈസായിട്ട് ആ ഭാഗത്തേക്ക് വന്ന് പുറത്തേക്ക് നോക്കും. അപ്പൊ അവൻ കാണും ഒരുപാട് പേര് കൂടെ ഇരുന്ന് കുശലം പറയുകയും വെള്ളം അടിക്കുകയൊക്കെ ചെയ്ത് അങ്ങനെ ആർത്തുല്ലസിക്കുകയാണ്. ഉടനെ അവരാണെങ്കിൽ ഇപ്പൊ ഡാൻസറിനെ കാണും. നീ വന്നോ? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, നീ ഓക്കെ അല്ലേ എന്നിപ്പോ ഡാൻസറിനോട് ചോദിക്കും. അവരാണെങ്കിൽ അവന് കുടിക്കാൻ ജ്യൂസും ആൽക്കഹോളും ഫുഡൊക്കെ അവന് നേർക്ക് നീട്ടും. അവൻ അല്പനേരം കൺഫ്യൂസ്ഡ് ആയിട്ട് അങ്ങനെ നിൽക്കും. അതിനുശേഷം അവൻ അവരോട് പറയും, പ്ലീസ് എനിക്കിതൊന്നും ആവശ്യമില്ല. എന്റെ ഫ്രണ്ട് ലൂഫി അവനെ കാണാനില്ല. നിങ്ങൾ ആരെങ്കിലും അവനെ കണ്ടോ? ഉടനെ ആ കൂട്ടത്തിലുള്ളൊരു പെണ്ണ് ഇപ്പൊ അവനെ നോക്കി ചിരിക്കും. നീ ഇപ്പോഴും ജയിലിൽ തന്നെയാണ്, രക്ഷപ്പെട്ടു പോയിട്ടില്ല. ായിരിക്കും നമ്മുടെ ഡാൻസർ അവസാനമായിട്ട് എന്ത് സംഭവിച്ചു എന്ന് ഒന്നുകൂടെ ചിന്തിക്കുക. വോൾഫുകളായിട്ടൊക്കെ അവൻ ഫൈറ്റ് ചെയ്ത് അവസാനം ബോധം കെട്ട് താഴേക്ക് വീണു. അപ്പോഴാണ് ഈ ചുന്ദരി പെണ്ണ് അവൾ അവിടേക്ക് വന്ന് അവരെ രണ്ടുപേരെയും കൂട്ടിക്കൊണ്ട് ഇവിടേക്ക് വന്നത്. കട്ട് ചെയ്ത ഡാൻസർ ആണെങ്കിൽ അതെല്ലാം കേട്ട് അങ്ങനെ അമ്പരന്ന് നിൽക്കുകയാണ്. അവള് പറയും, 10 മണിക്കൂറായി നീ ഉറങ്ങുന്നു. ഡാൻസർ ആണെങ്കിൽ ഫുൾ കൺഫ്യൂസ്ഡ് ആവും. അവൻ ചോദിക്കും, അപ്പോ എന്റെ കൂടെ ഉണ്ടായിരുന്ന ലൂഫി എവിടെ? സത്യം പറയും, നിങ്ങളൊക്കെ ആരാ? അതിനവള് പറയും, അതൊന്നും ഞാനല്ല, അവനാണ് പറയാൻ പോവാന്ന് പറയും. അവൻ മുൻപോട്ട് നോക്കും. ലൈറ്റൊക്കെ റൈസപ്പായി വലിയ മ്യൂസിക് ഒക്കെ അവിടെ മുഴങ്ങി കേൾക്കാണ്. ഇത് ജയിലാണോ അതോ മറ്റെന്തെങ്കിലും പാർക്കാണോ ചിന്തിച്ച് അവൻ വണ്ടടിച്ച് നിൽക്കും. അപ്പൊ സ്റ്റേജില് ഹൈറ്റ് കുറഞ്ഞ ഏതോ ഒരു പെൺകുട്ടി അവളിപ്പോ തിരിഞ്ഞു നിന്ന് ഡാൻസ് കളിക്കുകയാണ്. അവള് നമ്മുടെ ഡാൻസറിനോട് പറയും, നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ ഒരു ലോകത്തേക്ക് സ്വാഗതം. ഇവിടെ മുഴുവൻ നിങ്ങളെപ്പോലുള്ള പ്രിസണേഴ്സ് തന്നെയാണ്. നിനക്ക് ആവശ്യമായിട്ടുള്ള എന്റർടൈൻമെന്റ്, ഗെയിംസ് അങ്ങനെയെല്ലാം ഇവിടെ നിന്ന് ലഭിക്കും. ജയിലിൽ നിന്ന് അടിക്കടി കാണാൻ പോകുന്ന പ്രിസണേഴ്സിനെ അവരെ ആക്ച്വലി ഞങ്ങളാണ് അടിച്ചു മാറ്റി ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഞങ്ങളിപ്പോ ഇവിടെ ഒരു ഫാമിലി ആയിട്ട് അടിച്ചു പൊളിക്കുകയാണ്. ഇനി മുതൽ നീയും ഞങ്ങളുടെ ടീമിലെ ഒരു മെമ്പർ ആണെന്ന് പറഞ്ഞ് അങ്ങനെ ടേൺ ചെയ്യും. അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അത് മറ്റാരുമല്ല, നമ്മുടെ ഡാൻസർ അവൻ ഇത്രയും നേരം അന്വേഷിച്ചുകൊണ്ടിരുന്ന ഇവൻ എന്ന് പേരുള്ള അവന്റെ ഫ്രണ്ട്. അത് കണ്ട് നമ്മുടെ ഡാൻസർ അവനങ്ങനെ വണ്ടറടിച്ച് നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു വെബിസോ.